കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആഞ്ഞടിച്ച കാറ്റിൽ കിഴക്കൻ മലയോര മേഖല വിറച്ചു. കിഴക്കൻ മേഖലയിൽ മരവും മരച്ചില്ലകളും വീണ നിരവധി വീടുകൾ തകർന്നു. വിവിധ സ്ഥലങ്ങളിലായി 50-ലധികം വൈദ്യുതി പോസ്റ്റുകളും 11 kV ഉൾപ്പെടെ ലൈനുകളും തകർന്നിട്ടുണ്ട്. പൂർണ്ണമായും മുടങ്ങിയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമമാണ് KSEB നടത്തിവരുന്നത്. ഏരൂർ പഞ്ചായത്തിലെ ഭാരതീപുരം വാർഡിലെ കിട്ടൻകോണം ഭാഗത്ത് വനപാതയിൽ കൂറ്റൻ മരങ്ങൾ ഒടിഞ്ഞു വീണു. പാതയിലൂടെ കാൽനട പോലും സാധ്യമാകാതായതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. മരങ്ങൾ വീണ ഈ ഭാഗത്ത് മാത്രം ഒടിഞ്ഞത് 10-ലധികം പോസ്റ്റുകളാണ്. ഇതോടെ പ്രദേശം ഇരുട്ടിലായി. വീടുകൾക്ക് സമീപം നിന്ന മരങ്ങൾ കടപുഴകിയതോടെ ഭീതിയിലായ ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് സ്വന്തം നിലയിൽ മാറി താമസിക്കുന്ന അവസ്ഥയുണ്ടായി. പലതവണ വനം വകുപ്പ് അധികാരികളോട് രേഖാമൂലവും അല്ലാതെയും പരാതിയും നിവേദനവും നൽകിയിട്ടും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ഇതിനാൽ ഭീതിയോടെയാണ് പ്രദേശത്ത് ജീവിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങൾ ഇന്നലെ ഒരു രാത്രി കൊണ്ട് സത്യം പറയാൻ ഇവിടെ പേടിച്ച് ആണ് കഴിഞ്ഞത്. പിന്നെ അതിഭയങ്കരമായ കാറ്റായിരുന്നു. വലിയ മരങ്ങളെല്ലാം തിരിച്ചിങ്ങോട്ട് കാറ്റടിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വശത്തുള്ള വീട് മൊത്തം നശിച്ചു പോയേനെ. എല്ലാ വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളും അമ്മമാരും മാത്രമേ ഉള്ളൂ. മിക്ക വീടുകളിലും ഞങ്ങൾ താഴോട്ടും പോകത്തില്ല, മേലോട്ടും പോകത്തില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇതിന് പിന്നെ അധികാരികൾ അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കണം. ഞങ്ങൾ ഒരുപാട് വട്ടം പരാതി കൊടുത്തു. ഫോറസ്റ്റുകാർക്ക് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അതിന് പിന്നെ നിങ്ങളിപ്പം മുറിക്കും, ഞങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഒന്നും ചെയ്തതുമില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് ഇതിനെതിരെ മരം മുറിക്കാനും ഒന്നും ഉള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. നിങ്ങൾ ഞങ്ങളുടെ വീടുകൾ നോക്ക്, ഞങ്ങളെല്ലാം വെറും സാധാരണക്കാരാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ് പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് 3 വീട്ടുകാർ ചേർന്ന് ഇവിടെ നിന്ന് 3 മരങ്ങൾ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ റോഡിന് മേളിലുള്ള മരങ്ങളാണ് വീണത്. ഇത് ഞങ്ങൾക്ക് എത്രയും വേഗം ഇത് മുറിച്ച് മാറ്റി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം. ആലഞ്ചേരി പാണയം റോഡിൽ അണങ്ങൂർ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് തേക്കുമരം കടപുഴകി വീണു. ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ഇവിടെ 11 kV ലൈനുകളും 3 പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. എതിർഭാഗത്തെ വീടിന്റെ ഗേറ്റ് തകരുകയും മതിലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പൊതുപ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരും ചേർന്ന് വെള്ളിയാഴ്ച രാവിലെയോടെ മരം മുറിച്ചു നീക്കിയെങ്കിലും പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാത്തതിനാൽ പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജിയുടെ പാണയം കറ്റിട്ട ഭാഗത്തെ വീട് മരം വീണ് തകർന്നു. മേൽക്കൂര പൂർണ്ണമായും തകർന്ന വീട്ടിൽ നിന്നും മരം വീണ സമയം രാജിയും കുടുംബവും ഓടിമാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. വീട്ടുപകരണങ്ങൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. മഴയിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീട് പൂർണ്ണമായും തകർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് പല മേഖലകളിലും പോസ്റ്റും മരങ്ങളും എല്ലാം വീണു ഇത്രയും നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായ എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനിയ MLA അല്പസമയത്തിനകം തന്നെ ഇവിടെല്ലാം എത്തിച്ചേരും. വിവരങ്ങളെല്ലാം തന്നെ RDOയും കളക്ടർ അടക്കമുള്ള ആളുകളും ജില്ലാ ഓഫീസറടക്കം കൂടുണ്ട്. അവരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആലഞ്ചേരി അഗസ്ത്യക്കോട് പാതയിൽ കൂറ്റൻ പ്ലാവ് മരം കടപുഴകി വൈദ്യുതി പോസ്റ്റിലും ലൈനിലുമായി നിന്നത് ഏറെ നേരം അപകട ഭീതിക്ക് കാരണമായി. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പിന്നീട് പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മരം മുറിച്ചു നീക്കി. ഏരൂർ വില്ലേജ് ഓഫീസ് പരിധിയിൽ കറ്റിട്ട സ്വദേശി ശ്യാമള, പാണയം സ്വദേശിനി ലീലാമ, നടുക്കുന്നുംപുറം സ്വദേശിനി ലതാകുമാരി, നടുക്കുന്നുംപുറം സ്വദേശിനി മിനി, ചാവരുകോണത്ത് സാം, പ്രകാശ് എന്നിവരുടെ വീടാണ് തകർന്നത്. കൂറ്റൻ ആഞ്ഞിലിമരം വീണതിനെ തുടർന്ന് ഭാരതീപുരം മൂർത്തിക്കാവിന്റെ പ്രധാന മേൽക്കൂര തകർന്നു. കാവിലെ സാധന സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അലയമൺ പഞ്ചായത്തിലും വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെന്നപ്പട്ട വില്ലേജ് ഓഫീസ് പരിധിയിൽ 3ഉം അലയമൺ വില്ലേജ് ഓഫീസ് പരിധിയിൽ 4 വീടുകൾ തകർന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജനപ്രതിനിധികളും വില്ലേജ് ഓഫീസർമാരടക്കമുള്ള റവന്യൂ അധികൃതരും സ്ഥലങ്ങൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തി വരികയാണ്. സ്ഥലത്തെങ്ങും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.